എല്ലാവർക്കും നമസ്കാരം. ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇന്ന് ഞാൻ എത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും. നമുക്ക് ഇന്നൊരു കാട്ടിക്കൂടെ നടക്കാം. കാടല്ല, നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഒരു അക്വഡേറ്റ്, കനാലിൻ്റെ അക്വഡേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. മെയിൻ കനാലിൽ നിന്ന് വെള്ളം തിരിച്ച് സബ് കനാലിലോട്ട് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ വയലുകൾ, രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലമൊക്കെ വരുമ്പോഴത്തേന് ഇതുപോലൊരു പാലം പോലെ കൊടുത്തിട്ട് അതിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. നല്ല ഹൈറ്റാണ്, ഏകദേശം ഒരു 100 അടിയോളം ഹൈറ്റുണ്ട്. അകത്താണെങ്കിൽ 2 മീറ്റർ ആഴമുണ്ട്. നിറഞ്ഞ് വെള്ളം പോകും. അപ്പം കുളിക്കാനൊക്കെ വരും ഞങ്ങൾ. താഴെക്കൂടെ ഒരു തോടുണ്ട്. റബ്ബറിൻ്റെയൊക്കെ മണ്ടകൾ ഇതിനൊക്കെയും താഴെ. അല്ലേ, വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ കേട്ടോ. ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് വീതി കാണും നടന്നു പോകാൻ. വീതി കുറച്ചേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇതിനടുത്തുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പം കനാലിൽ വെള്ളം തുറന്നു വിടുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചാടാനൊക്കെ വരും. എൻ്റെ അറിവിലിവിടെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ. അന്നത്തെ പിള്ളേർക്കൊക്കെ അത്യാവശ്യം നീന്താനും ചാടാനും ഒക്കെ അറിയാം വെള്ളത്തിലൊക്കെ. അന്ന് നല്ല രസമായിരുന്നു. ഈ താഴെ വയലിലൊക്കെ കൃഷിയൊക്കെ ആയിരുന്നു, നല്ല നെൽകൃഷിയൊക്കെ ആയിരുന്നു നോക്കത്താ ദൂരത്തോളം. വീടുകളൊന്നുമില്ല, ആ കാണുന്ന വീടൊന്നും ഇപ്പം അന്നില്ലായിരുന്നു. വയലൊക്കെ ഭംഗിയായിട്ട് ഏകദേശം അതിൻ്റെ ഒത്ത നടുക്കെത്തിയിട്ടുണ്ട്. അടയ്ക്കാമരമൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അടയ്ക്കാമരമൊക്കെ ഇതിൻ്റെ ലെവലിനായി താഴ്ന്നു. തോട്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ നിന്ന് കവുങ്ങ് പറിക്കും. കവുങ്ങല്ല, പാക്ക് പറിക്കാം. അത്രയ്ക്കടുത്തായി ഉണ്ടോ. വയലൊന്നും ഇപ്പോൾ കൃഷിയില്ല, നെൽകൃഷിയില്ലാതെ കുറേ റബ്ബറൊക്കെ ഇട്ട് കുറേ പോച്ച കയറിയൊക്കെ ഇങ്ങനെ കിടക്കുക. ഞാൻ ഇത് കാണിക്കുന്ന കണ്ട് ആരും അനുകരിക്കല്ലേ. പണ്ട് കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ നടക്കുന്നുണ്ടുള്ളൊരു ശീലത്തിൽ അങ്ങ് നടന്നതാണ്. എന്നിട്ടും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നടക്കാൻ. എന്നാലും ഒരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞ് കയറി നടന്നതാണ്. നിറഞ്ഞ് വെള്ളം പോവും. നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ തൊടാവുന്ന ആ വെള്ളപ്പാട് കാണുന്ന അത്രയും ഹൈറ്റിൽ വെള്ളം പോവും. മീനുണ്ട് കേട്ടോ. ഈ ക്യാമറയെ കാണാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊടിയ മീനുകളുണ്ട് കനാലിലെ. അക്കരെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലെ വായന കേൾക്കുന്നുണ്ട്. പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആമ്പിള്ളേർ 7ലും 8ലും പഠിക്കുന്ന പ്രായത്തിൽ ആമ്പിള്ളേരെല്ലാം ഇതിൻ്റെ മേളിൽ കൂടെ പോകും. പെൺപിള്ളേരെല്ലാം താഴെ കൂടെ റോഡുണ്ട് അക്കരയിലോട്ട് കയറി പോകാൻ. നെൽകൃഷികളൊക്കെ എന്ത് ഭംഗിയായിരുന്നു അറിയുമോ അവിടെ നോക്കാനൊക്കെ. നല്ല ഭംഗിയായിരുന്നു. ആ റബ്ബർ അത്രയും കാടൊന്നും ഇല്ലായിരുന്നു, ആ വീടുകളും ഇല്ലായിരുന്നു. ആ വീടൊക്കെ ഇപ്പോൾ വന്നതാണ്, പുതിയ വീടാണ്. നല്ല കാറ്റാണ് ഇതിൻ്റെ വീട്ടിൽ, നല്ല ശക്തിക്ക് കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ നടുഭാഗത്തായി, മധ്യഭാഗത്തായി. ചില ആൾക്കാർ ഇനി മേളിലെത്തിയിട്ടില്ല, അവർ താഴെ ഇരിക്കുന്നേ ഉള്ളൂ. അതിലേക്കൂടെ ഒരു നടവഴിയുണ്ട്, ഒരു കൊച്ചു തോടുമുണ്ട്. ഈ റബ്ബർ വയ്ക്കുന്നതൊക്കെ വയലായിരുന്നു, അത് ഇപ്പോൾ അങ്ങ് റബ്ബറായി. തെങ്ങൊക്കെ ഉണ്ടോ നല്ല ഹൈറ്റിൽ ഇതിനൊപ്പമായി. ഇവിടെ വീടുകളുണ്ട്. ഇപ്പോൾ പണ്ടേ ഒരു വീടുള്ളതാണ്. ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കരയോട് അടുത്ത് ഇവിടെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. ഈ അടയ്ക്കാമരം അത് വലിയ ഹൈറ്റില്ലാത്ത അടയ്ക്കാമരം, കര സൈഡിൽ നിൽക്കുക. അതിലും പാക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ചാടി നമുക്ക് അടയ്ക്കാമരത്തെ പിടിക്കാൻ തോന്നും.
ഇപ്പോൾ ചോദിക്കും കുരങ്ങനാണെന്ന്. കുരങ്ങനല്ല, നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ തോന്നൂലേ. വാഴയൊക്കെ ഞെത്തി, വാഴയൊക്കെ ഹൈറ്റ് കുറഞ്ഞിടത്ത് നിൽക്കുക. ഒരാളവിടെ കിടന്ന് ഉറങ്ങുക. ഞാനങ്ങോട്ട് ചെന്ന് ഓടിച്ചാൽ എനിക്കിങ്ങോട്ട് പോകും. അയാൾ ഇവിടുത്തെ സ്ഥിര ആളാണ്, അയാൾക്കൊരു പേടിയില്ല. നമ്മൾ കരയോട് അടുത്ത് കേട്ടോ. കരയായി ഒരു കുന്നിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത കുന്ന് വരെ ഒരു കപ്പ മരമൊക്കെ വയ്ക്കുന്നു. കപ്പയ്ക്കൊക്കെ പഴുത്തും പച്ചയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു അമ്മയും കുഞ്ഞുമായിട്ട് ഭയങ്കര ബഹളം നടക്കുക. എനിക്കൊന്ന് അമ്മൂമ്മയും കൊച്ചുമോ മക്കളാരണ്ട. നമ്മൾ കരയ്ക്കെത്തി, ഇവിടം വരെയാണ് നടന്നു വരുന്നത്. ആ വീടിൽ നേരത്തൊരു ഓട്ട വീടായിരുന്നു. ഒരു പുളിമരം ഉണ്ടായിരുന്നു. ഈ അക്കടലിലോട്ട് ചാഞ്ഞ് പുളി പിടിക്കുന്ന സീസണാകുമ്പോൾ നമ്മൾ അവിടുന്ന് പുളിയൊക്കെ പറിക്കുമായിരുന്നു. അവർ നമ്മളെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. കരയെത്തി, ഇനി ഇങ്ങോട്ട് കരയാ, തിരിച്ചു പോവാം നമുക്ക്. അതേ, എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും. അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? 2 മീറ്റർ, ഒന്ന് 90, ഒന്ന് 60, ഒന്ന് അങ്ങനെ 2 മീറ്റർ ഹൈറ്റ്. വെള്ളം തുറന്നു വിടുന്ന ലെവല് 2 മീറ്റർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 7 അടിയോളം വരുമെന്ന് തോന്നുന്നു. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോകൾ ചെയ്യണമെന്ന് തോന്നും. ഇതാണ് അങ്ങോട്ടുള്ള വ്യൂ. ഏകദേശം 100 മീറ്റർ പുറത്ത് ലെങ്ത് ഉണ്ട് കേട്ടോ. 100 അല്ല, 100-150 മീറ്ററോളം ലെങ്ത് ഉണ്ട്. തിരിച്ചു പോവാം നമുക്ക്. അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. കനാലിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇറങ്ങി അപ്പുറത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സൈഡിൽ തന്നെ പോവാം. ഇതൊക്കെ നമ്മൾ കണ്ടടയ്ക്കാൻ മരങ്ങളൊക്കെ തന്നെ. ഇനി അവിടെ കാണാനൊന്നുമില്ല, ഇനി അക്കരെ ചെന്നിട്ട് കാണാം. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. എൻഡിങ് വരെ പോയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്നു. അതാണ് ഷട്ടറുകൾ. 2 ഷട്ടർ ഇട്ടിട്ട് തുറക്കാൻ. ഇത് പണ്ട് KIPയുടെ ഉദ്യോഗസ്ഥരൊക്കെ താമസിച്ചതായിരുന്നു. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. അവർ ഈ കനാലിൽ വെള്ളം തുറക്കുന്ന സമയത്തൊക്കെ താമസിച്ചായിരുന്നു ഇവിടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴുകി വിട്ടുകൊണ്ടിരുന്നത്. KIP പിരിച്ചു വിട്ടപ്പോഴത്തേന് അവിടെ താമസമൊന്നുമില്ല, കാട് കയറി കിടക്കുക. ഇതാണ് ഷട്ടർ തുറക്കാൻ കയറിപ്പോകുന്ന വഴി. കുളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹൈറ്റിൽ നിന്നൊക്കെ എടുത്ത് താഴെ വെള്ളത്തിൽ ചാടുന്നു. അങ്ങോട്ടുള്ള 2 ഷട്ടർ, അത് സബ്ബാണേ. ഇങ്ങോട്ട് 3 ഷട്ടറുണ്ട്. ഇത് മെയിൻ കനാലാണ്. കല്ലട ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് തെമ്മല ഡാമിൽ നിന്ന് വരുന്നതാണ്. ഇതാണ് ഷട്ടർ തുറക്കുന്ന ആ ഒരു സെറ്റപ്പ്. ഇതിനകത്ത് പണ്ടില്ല ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു ലിവർ കൊണ്ടിട്ട് കറക്കുകയാണ് അവരത് തുറക്കുക അടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. വെള്ളം തുറന്നു വരുന്ന സമയമാണെങ്കിൽ പകലൂടെ ആൾക്കാർ കാവലിനൊക്കെ കാണും. അല്ലെങ്കിൽ നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളം തുറന്നു വിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.